ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന 100%-ൽ 90% ആൾക്കാർക്കും അറിയാമായിരിക്കും ഈ ഗെയിം. ഇതിൻ്റെ ഒരു സ്റ്റോറി വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടുതൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേരെ. അപ്പം നമുക്കെന്തായാലും ഇന്നത്തെ സ്റ്റോറി വീഡിയോ എന്തായാലും തുടരാം. രാവിലെ എണ്ണീറ്റ് ഇന്ന് എന്തുമായിരിക്കും പരിപാടി, എന്തോ ചെയ്യും? നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഇന്നൊരു പരിപാടി നടത്തണം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടത്തിയാലോ എന്ന് ഞാൻ കുറേ നാൾ കൊണ്ട് ആലോചിക്കുക. വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു പരിപാടി നടത്താമെന്ന് ഞാൻ കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുക. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ വല്ല പരിപാടി നടത്തിയാലോ? നമുക്ക് എന്തായാലും സാബുവിനെ ഒന്ന് വിളിക്കാം. അപ്പോൾ അടുത്ത് സാബുവിനെ വിളിക്കാം. എനിക്ക് ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടെ. ഹലോ, ഞാൻ കട്ടാക്കിയോ? എന്തോ പറ്റി? ഒന്നും കൂടെ വിളിക്കാം. ഹലോടാ. എന്താടോ? എടാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നീ വെളിയിലോട്ട് ഇറങ്ങിയെന്നോ? ഓടോ, ഓക്കെ. അപ്പം ശരി. ഗൈസ്, അവനങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇന്ന് അവൻ്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് നമ്മുടെ വീട്ടിലത്തെ എന്തെങ്കിലും പരിപാടി നടത്തണോ അവനോട് ചോദിക്കാം. ഇതെടുക്കണോ? ഇന്ന് ഇതും കൊണ്ട് പോകാം. ഇന്ന് വീട്ടിൽ വല്ല പരിപാടി നടത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് തന്നെ നടത്തണം. എന്തോ പരിപാടി നടത്തും? ഒരു പാർട്ടി നടത്താം. എന്തോതിനെ കുറിച്ചായിരിക്കണം ആ പാർട്ടി? നമുക്ക് നല്ല സാബുവിനോട് തന്നെ ചോദിക്കാം. സാബുവിനാണെങ്കിൽ കുറേ നാൾ ജോലിയൊന്നുമില്ല. അവനെ വിളിച്ച് അവൻ വരുമൊക്കെ ചെയ്യും, പക്ഷെ അവന് ജോലി കണ്ടുപിടിക്കുന്നത് ഭയങ്കര പാടാണ്. മിക്കവാറും രണ്ടെണ്ണം കേൾക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്കെന്തായാലും സാബുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവനോർത്തോളം വല്ല ബിസിനസ്സിന് ഐഡിയ വല്ല. നമുക്കെന്തായാലും അവനോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ സാബുവേ, നമുക്ക് വേഗം അവനെ വീട്ടിലോട്ട് കയറാം. കൂടുതൽ കൂവി വിളിക്കണ്ടടാ, ഞാൻ വന്ന്. എനിക്കപ്പം അറിയാം. അറിയാം. എന്താ വിഷയം? എന്നാ എൻ്റെ വീട്ടിലെ ഒരു പാർട്ടി നടത്തണം. നീ പറ, എന്തോ നടത്തണമെന്ന്. ഒന്ന് പോടാവൂ, ഇവിടെ ജോലി ഇല്ലാണ്ടിട്ട് അല്ലെങ്കിൽ തിരികെ നടക്കും. അപ്പോഴവൻ്റെ ഒരു പാർട്ടി. ഞാൻ പറയുന്നില്ലേ? പിന്നെ ഞാൻ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. നിനക്ക് താല്പര്യം ഉണ്ടേ? വാ, എന്തെങ്കിലും പരിപാടി നടത്തണമെന്ന് നിനക്ക് നീ പറ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല. അല്ല, ഒന്ന് പോടാവൂ. നീ ആണെങ്കിൽ എനിക്കൊരു ജോലി തപ്പിപ്പിടി. കൂടത്തിൽ നീയും കൂടെ വാ. കിട്ടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പപ്പാതി എടുക്കാം. പപ്പാതിയോ? എന്നാ ഓക്കെ. എന്തോ ജോലിയാ? അതാ വാണ്ട് കിടക്കുന്നു. എനിക്കറിയാത്തോണ്ടല്ലോടെ ഞാൻ നിന്നോട് ചോദിച്ചേ. അങ്ങനല്ലേ? നീ എന്തായാലും എൻ്റെ പുറകെ വാ. നമുക്കാണെ ഒരു ജോലി വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരാം. ഒരു ഷോറൂമുണ്ട്, അവിടെ വല്ല ജോലിയും കിട്ടുമെന്ന് ചോദിക്കാം. അല്ലേ വേണ്ട, ഇവിടെ അടുത്ത് വേറൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഒരു ജോലിക്കാരനെ തിരക്കുന്നുണ്ട്. അവിടെ പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നോക്കിയാലോടാ. പോലീസ് സ്റ്റേഷൻ നല്ലൊരു ഐഡിയയാ. അല്ലേ വേണ്ട, നമുക്ക് ബസ് ഡ്രൈവർ ആയാലോ? അതും നല്ലൊരു ഐഡിയ തന്നെ. എന്നാ ബസ് ഡ്രൈവറാകാം. ഒരു മിനിറ്റ്, നീ ആരാ, ഡ്രൈവറോ കണ്ടക്ടറോ? ഞാൻ കണ്ടക്ടർ. എന്നാൽ ഞാൻ ഡ്രൈവർ. അപ്പം നമുക്കെന്തായാലും നേരെ ഇവനെ കൂട്ടിക്കൊണ്ട് നമുക്ക് അവിടേക്ക് പോവാം. അപ്പം ഇനി ബസ് കിട്ടുന്ന എവിടാ? അപ്പം നമുക്ക് ബസ് കിട്ടുന്ന സ്ഥലം വല്ല പോയി നോക്കാം. വാടാ. ഓക്കെ, ഞാൻ വരുന്നുണ്ട്. ഗൈസ്, വാടാ ഒന്ന്. ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഗൈസ്, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറേ നാളായിരുന്നു ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാൻ സാബുവിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അവനവിടെ കാണാൻ നിൽക്കട്ടെ. അല്ല, ഞാനെന്തിനാ പോലീസ് സ്റ്റേഷനിൽ വന്നേ? ഞാൻ ബസ് ഡ്രൈവറിൻ്റെ ഇതിലല്ലേ ചോദിച്ചത്. വെറുതെ വേണ്ട, പെട്രോൾ കഴിഞ്ഞു. സാബുവിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ വന്നേ, എൻ്റെ വീട്ടിൽ.
എന്നാലും വെറുതെ ഇത് ഇങ്ങനെ വിഷയമായല്ലോ. പക്ഷേ എന്നാലും ബസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടോട്ട് പോകാം. അതും എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, ആ പേര് തോമസ് എന്നാ. അപ്പോൾ നമുക്ക് എന്തായാലും തോമസിൻ്റെ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ അവൻ്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനെയും കാണാനില്ല, ഒരു ബസ്സും കാണാനില്ല. ഇതിപ്പോൾ വല്ലാത്ത പണിയായിപ്പോയി. ഓട്ടോറിക്ഷ ചേർന്നാലോ? നല്ല അത് വേണ്ട. അല്ല ഇപ്പം എനിക്കെന്തിനാ ജോലി? സാബുവിന് ജോലി വേണ്ടേന്ന് എന്നെ കൊണ്ട് അവൻ ഒപ്പിക്കുക. ഞാനാണേ എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്ന് നോക്കട്ടെ. എൻ്റെ ബാങ്ക് ബാലൻസ് 100 കോടിയുണ്ട്. ഞാനിത് ഈ പരിപാടിക്ക് തന്നെ പോകുന്നത്. ഞാൻ എന്തുമായാലും സാബുവിനെ കൊണ്ട് വീട്ടിൽ വിട്ട് ഞാൻ എൻ്റെ പണി നോക്കാൻ പോകും. ഇനി ഇവനോട് ചോദിച്ച് എന്നെ വേണം പറയാൻ. ഇന്നത്തെ പ്ലാൻ മൊത്തം പൊളിഞ്ഞ്. ഇനി എന്തായാലും ഫുഡ് കഴിച്ച പോലും ഇല്ല. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് സാബുവിനെ കൊണ്ട് അവൻ്റെ വീട്ടിൽ വിട്ടിട്ട് 2 എണ്ണം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.